രാജസ്ഥാനിലെ പഴയ നാട്ടുരാജ്യമായ കിഷൻഗഡിലെ കൊട്ടാരവും കോട്ടയുടെ പുറം കാഴ്ചയും കണ്ട ശേഷം വലിയ മതിൽക്കെട്ടിനരികിലുള്ള കിടങ്ങിനരികെ നിൽക്കുകയാണ് ഞാൻ. 1649 മഹാരാജ രൂപ് സിംഗ് പണിത കോട്ട. രാജകൊട്ടാരവും ജയിലും ആയുധപ്പുരയും ക്ഷേത്രവുമെല്ലാം പ്രതാപനാളുകളിൽ ഈ കോട്ടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. കോട്ടയ്ക്കുള്ളിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്നതിനാൽ എനിക്ക് അവിടം കയറി ഷൂട്ട് ചെയ്യാനായില്ല. ടൂറിസ്റ്റുകളെ വൻതോതിൽ ആകർഷിക്കുന്ന ഒരു ചരിത്ര സ്മാരകമാക്കി കിഷൻഗഡ് കോട്ടയെ മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോട്ടയോട് ചേർന്നുള്ള ഫൂൽമഹൽ പാലസിന്റെ ഭാഗങ്ങൾ സമീപത്തെ തടാകത്തിലേക്ക് ഇറങ്ങി നിലകൊള്ളുന്നു. 4 നൂറ്റാണ്ട് മുൻപ് സ്ഥാപിതമായ ഗോണ്ടുലാവ് എന്ന കൃത്രിമ തടാകം. അതിന്റെ തീരത്തുകൂടി നീങ്ങുമ്പോൾ വേമ്പനാട്ടുകായലിന്റെ തീരത്തുകൂടി നടക്കുന്നത് പോലുണ്ട്. നല്ല പച്ചപ്പും തെങ്ങുകളുമുള്ള തീരം. നമ്മുടെ സങ്കല്പത്തിലുള്ള വരണ്ട മണൽഭൂമിയല്ല രാജസ്ഥാനിൽ മുഴുവനുമെന്ന് ഈ കാഴ്ചകൾ വ്യക്തമാക്കുന്നു. കൊട്ടാരമുറ്റത്ത് ബഹാദൂർ സിംഗിന്റെ കാർ കിടക്കുന്നുണ്ട്. അതിൽ കയറി യാത്ര തുടരുകയാണ്. ഗേറ്റ് കടന്ന് ഇടത്തേക്ക് തിരിഞ്ഞാൽ പഴയ കിഷൻഗഡ് പട്ടണത്തിലേക്കെത്താം. എന്റെ യാത്രാഭിരുചികളോട് ബഹാദൂർ സിംഗ് പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പഴയ പട്ടണം ഒന്ന് കാണാമെന്ന് അദ്ദേഹം തന്നെയാണ് നിർദ്ദേശിച്ചത്. രാജപ്രതാപകാലത്തിന്റെ അവശിഷ്ടങ്ങൾ പോലെ മട്ടുപ്പാവുകളും മുഖപ്പുകളുമുള്ള കെട്ടിടങ്ങൾ ഇടതിങ്ങി നിൽക്കുന്ന തെരുവുകൾ. 1947 വരെയും രാജഭരണം പൂർണ്ണമായ രൂപത്തിൽ നിലനിന്ന നാടാണ് കിഷൻഗഡ്. രജപുത്തറിലെ റാത്തോഡ് വംശം ഭരിച്ചിരുന്ന രാജ്യം. ഹിന്ദുക്കളാണ് ഇവിടുത്തെ ജനസംഖ്യയിലെ ഭൂരിപക്ഷം. അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് തന്നെ ധാരാളം മുസ്ലിങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. രാജഭരണകാലത്ത് അതിസമ്പന്നമായ ഒരു രാജ്യമൊന്നുമായിരുന്നില്ല കിഷൻഗഡ്. എങ്കിലും ജയ്പൂർ, അജ്മീർ എന്നീ രാജ്യങ്ങൾക്കിടയിൽ പ്രതാപത്തോടെ തന്നെ കിഷൻഗഡും നിലനിന്നു. അക്കാലത്ത് രാജ്യത്താകെയുള്ള ജനങ്ങളിൽ പകുതിയും വസിച്ചിരുന്നത് ഈ പട്ടണത്തിലാണെന്നതാണ് കൗതുകകരമായ കാര്യം. കിഷൻഗഡിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം മുൾച്ചെടികൾ വളരുന്ന വരണ്ട മരുഭൂസമാനമായ പ്രദേശങ്ങളായിരുന്നു അന്ന്. കടുത്ത ജലദൗർലഭ്യം മൂലം കൃഷി കാര്യമായി നടന്നിരുന്നുമില്ല. കിഷൻഗഡ് രാജ്യം 1609 തന്നെ രൂപീകൃതമായിരുന്നെങ്കിലും പിന്നെയും 2 വർഷം കഴിഞ്ഞ് 1611 ഈ പട്ടണം രൂപപ്പെടുന്നത്. രാജ്യതലസ്ഥാനമായി വികസിച്ച പട്ടണത്തിന് രാജ്യത്തിന്റെ പേര് തന്നെ വന്നു ചേരുകയായിരുന്നു. ആകെ നരച്ചുപോയ ഒരു നഗരമാണ് ഇന്ന് കിഷൻഗഡ്. 1.5 ലക്ഷത്തോളം ആളുകൾ വസിക്കുന്ന നഗരം. ആധുനിക രാജസ്ഥാന്റെ അജ്മീർ ജില്ലയിലെ ഒരു പ്രമുഖ പട്ടണമാണ് കിഷൻഗഡ്. രാജസ്ഥാനിൽ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പേരുകേട്ട പട്ടണമായി ഇവിടം മാറിക്കഴിഞ്ഞു. ബിർള ഇന്റർനാഷണൽ സ്കൂൾ ഉൾപ്പെടെ പ്രമുഖമായ നിരവധി വിദ്യാലയങ്ങൾ ഇവിടെയുണ്ട്. ടാഗോർ എഞ്ചിനീയറിംഗ് കോളേജ് പോലുള്ള പ്രശസ്തമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേറെ. ഇന്ത്യയിലെ തന്നെ പ്രമുഖമായ ഇസ്ലാമിക തീർത്ഥാടന കേന്ദ്രമായ അജ്മീറിലേക്കാണ് ഇനി പോകുന്നത്. കിഷൻഗഡിൽ നിന്നും 30 കിലോമീറ്ററുണ്ട് അജ്മീറിലേക്ക്. കിഷൻഗഡിന്റെ പുതിയ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ പാതയുടെ വീതിയും വർദ്ധിക്കുന്നു. അവിടെ നിന്നും കാർ ഹൈവേയിലേക്ക് പ്രവേശിച്ചു. പഴയ 4 വരി ഹൈവേയിൽ നിന്നും കാർ എക്സ്പ്രസ് വേയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നിരവധി ട്രാക്കുകളുമായി കയറ്റിറക്കങ്ങളില്ലാതെ കിടക്കുന്ന എക്സ്പ്രസ് വേ. ഡൽഹിയിൽ നിന്നാരംഭിച്ച് മുംബൈയിൽ എത്തുന്ന ഗോൾഡൻ ക്വാർട്ടറാങ്കിൾ എന്നറിയപ്പെടുന്ന ഹൈവേയാണിത്. എക്സ്പ്രസ് വേയിൽ നിന്നും വീണ്ടും അജ്മീറിലേക്ക് തിരിയുന്ന പഴയ ഹൈവേയിലേക്ക് എത്തിയിരിക്കുന്നു. കാർ അജ്മീർ നഗരത്തോട് അടുക്കുകയാണ്. മലഞ്ചെരുവിൽ നിലകൊള്ളുന്ന ഒരു പട്ടണമാണ് അജ്മീർ. പഴയകാലത്തെ നാട്ടുരാജ്യവും പിന്നീട് ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഏതാനും വർഷത്തേക്ക് ഒരു സംസ്ഥാനവുമായിരുന്നു അജ്മീർ. പക്ഷേ നമ്മൾ മലയാളികൾ ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗത്തിന് അജ്മീർ സുപരിചിതമാവുന്നത് ഇതൊരു തീർത്ഥാടന കേന്ദ്രമാവുന്നു എന്ന പ്രത്യേകത കൊണ്ടുകൂടിയാണ്. രാജപ്രതാപത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ചില നിർമ്മിതികളൊക്കെ പാതയോരത്ത് കാണാം. 1556 നടന്ന 2ാം പാനിപ്പത്ത് യുദ്ധത്തിൽ അജ്മീർ ഭരിച്ചിരുന്ന ഹേംചന്ദ്ര വിക്രമാദിത്യ രാജാവിനെ കീഴ്പ്പെടുത്തി മുഗൾ ചക്രവർത്തിയായ അക്ബർ അജ്മീർ പിടിച്ചെടുത്തു. അക്ബർ ഈ നഗരത്തിൽ ഒരു കോട്ട പണിയുകയും ചെയ്തിരുന്നു. അക്ബറുടെ കാലത്താണ് ഇന്ത്യയിലെ തന്നെ പ്രമുഖമായ ഒരു തീർത്ഥാടന കേന്ദ്രമായി അജ്മീർ മാറുന്നത്. ഇവിടെ വരെ വാഹനങ്ങൾ പോവുകയുള്ളൂ എന്നതിനാൽ കാറിൽ നിന്നിറങ്ങി നടത്തം തുടരുകയാണ് ഞാൻ.
ദർഗാ ഷെരീഫിലേക്കുള്ള പാതയാണിതെന്ന് വ്യക്തമാക്കുന്ന ചൂണ്ടുപലക കാണാം. പാതയിൽ നല്ല ജനത്തിരക്ക്. ദർഗ സന്ദർശിക്കാൻ പോകുന്നവരാണ്. പഴയ തെരുവിന്റെ ഇരുവശത്തും കച്ചവടക്കാർ നിരന്നിരിക്കുന്നു. ദർഗയിൽ അർപ്പിക്കാനുള്ള പൂക്കൾ വിൽക്കുന്നവരുണ്ട്. പഴങ്ങളും മധുരപലഹാരങ്ങളും വിൽക്കുന്നവരുണ്ട്. പിന്നെ ദർഗാ ഷെരീഫിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന സുവനീറുകൾ വിൽക്കുന്ന കടകളുമുണ്ട്. തെരുവിന്റെ ഇരുവശങ്ങളിലും ലോഡ്ജുകളുടെ ധാരാളിത്തമാണ്. നൂറുകണക്കിന് ലോഡ്ജുകൾ. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഓരോ ദിവസവും അജ്മീറിലെത്തുന്നത്. സൈക്കിൾ റിക്ഷകൾക്കും കുതിരവണ്ടികൾക്കും മാത്രമേ ദർഗാ ഷെരീഫിന്റെ കവാടം വരെ പോകാൻ അനുമതിയുള്ളൂ. നിർത്താതെയുള്ള കുടമണിക്കിലുക്കം കേട്ടാണ് ഈ കടയിലേക്ക് ശ്രദ്ധിക്കുന്നത്. കുടമണിക്കൂട്ടം വലിയൊരു ദണ്ടിന്റെ ഒരറ്റത്താണ്. ഒരു ഇലക്ട്രിക് കടകോലാണിത്. അതിന്റെ ഒരറ്റം തൈരുകലത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ലസ്സി നിർമ്മാണം നടക്കുകയാണ്. തൈരു കലക്കുന്നതിനൊപ്പം ആളുകളെ ആകർഷിക്കാനാണ് കുടമണി പ്രയോഗം. തൈരിൽ പനിനീരും പഞ്ചസാരയും ചേർത്ത് നന്നായി കലക്കിയെടുത്താണ് ലസ്സി നിർമ്മാണം. അതെടുത്ത് മൺകോപ്പകളിൽ പകർന്ന് ആവശ്യക്കാർക്ക് നൽകുന്നു. ലസ്സി തയ്യാറാക്കുന്നിടത്തെ വൃത്തിയെക്കുറിച്ച് വലിയ മതിപ്പ് തോന്നാത്തതിനാൽ ഒരു കപ്പ് കുടിക്കണമോ എന്ന സന്ദേഹത്തോടെ നിൽക്കുകയാണ് ഞാൻ. കോപ്പകളിൽ നിറച്ച മധുര തൈരിലേക്ക് അല്പം വെണ്ണ കൂടി മേമ്പൊടിയായി വെക്കുന്നതോടെ ലസ്സി റെഡി. ഉത്തരേന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമെല്ലാം വേനൽക്കാലത്തെ ഇഷ്ടപാനീയമാണല്ലോ സ്വീറ്റ് ലസ്സി. വേറൊരു കടയിൽ വലിയ അപ്പക്കല്ലിൽ പൊറോട്ട എണ്ണയിൽ മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പഴഞ്ചൻ സൈക്കിൾ റിക്ഷയുമായി ആളുകളെ അന്വേഷിച്ചു നടക്കുന്ന റിക്ഷാക്കാരൻ. ദർഗാ ഷെരീഫിലേക്ക് ഇനിയും ഏറെ നടക്കാനുണ്ട്. തെരുവിൽ ജനം നിറഞ്ഞു നീങ്ങുന്നു. എല്ലാ ദിവസവും ഇവിടെ ഈ തിരക്ക് പതിവാണ്. രാവിലെയും വൈകുന്നേരവുമാണ് ദർഗയിൽ ഏറ്റവും അധികം ആളുകൾ എത്തുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്ന തീർത്ഥാടകർ ഒരു ദിവസമെങ്കിലും അജ്മീറിൽ തങ്ങുന്നത് പതിവാണ്. അവരെയെല്ലാം ഉൾക്കൊള്ളാൻ ആവും വിധം 600ഓളം ലോഡ്ജുകളാണ് പട്ടണത്തിലുള്ളത്. കുറെ കൂടി നടന്നപ്പോൾ ദർഗയുടെ പടിപ്പുര കാണുമാറായി. സൂഫി വര്യനായിരുന്ന മൊയ്നുദ്ദീൻ ചിഷ്തിയുടെ മക്ബറയിലേക്കുള്ള കവാടം. മഹാനായ ആ സന്യാസി വര്യന്റെ കഥയോർത്തുകൊണ്ടാണ് ഞാൻ നടത്തം തുടരുന്നത്. 1141 ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലുള്ള ഹേറത്ത് നഗരത്തിലാണ് മൊയ്നുദ്ദീൻ ചിഷ്തി ജനിച്ചത്. ചെറുപ്പകാലം മുതലേ കടുത്ത ദൈവഭക്തനും സൂഫി പാരമ്പര്യ വഴിയുടെ ആരാധകനുമായിരുന്ന മൊയ്നുദ്ദീന് 15 വയസ്സുള്ളപ്പോൾ മാതാപിതാക്കളെ നഷ്ടമായി. കുടുംബസ്വത്തായി ലഭിച്ച കൃഷിയിടത്തിൽ ജോലി ചെയ്ത് ജീവിക്കുമ്പോഴും പ്രാർത്ഥനയിലും ധ്യാനത്തിലും മുഴുകിക്കഴിയുകയായിരുന്നു കൂടുതൽ സമയവും അദ്ദേഹം. ഒരിക്കൽ മൊയ്നുദ്ദീന്റെ തോട്ടത്തിലെത്തിയ ഇബ്രാഹിം കുണ്ടൂസ് എന്ന സൂഫി വര്യനെ പുതിയ പഴങ്ങൾ നൽകി അദ്ദേഹം സൽക്കരിച്ചു. ഇബ്രാഹിം ഒരു ചെറുകഷ്ണം അപ്പം തന്റെ ഭാണ്ഡത്തിൽ നിന്നെടുത്ത് നൽകിയെന്നും അത് കഴിച്ചതോടെ മൊയ്നുദ്ദീന് ബോധോദയമുണ്ടായെന്നുമാണ് ഐതിഹ്യകഥ. തുടർന്ന് തന്റെ സ്വത്തെല്ലാം വിറ്റ് ആ പണം പാവങ്ങൾക്ക് വിതരണം ചെയ്ത ശേഷം മൊയ്നുദ്ദീൻ ദേശാടനം തുടങ്ങി. ഒടുവിൽ അക്കാലത്തെ പ്രമുഖ സൂഫി പണ്ഡിതനായിരുന്ന ഉസ്മാൻ ഹറൂനിയുടെ ശിഷ്യനായി തീരുകയും ചെയ്തു. പനിനീർപ്പൂക്കളും പട്ടും വിൽക്കുന്ന കടകൾ ഒട്ടേറെയുണ്ട് ഈ വഴിയോരത്ത്. തെരുവിലൂടെ നടന്ന് ഞാൻ ദർഗയുടെ മുൻപിലേക്കെത്തി. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം വ്യക്തമായത്. പടിപ്പുരയ്ക്കപ്പുറത്തേക്ക് ക്യാമറയുമായി പോകാനാവില്ല. വഴിയിൽ തന്നെ മെറ്റൽ ഡിറ്റക്ടറൊക്കെ സ്ഥാപിച്ച് അതീവ സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 2007 ഒക്ടോബർ 11 ദർഗയിലുണ്ടായ ബോംബ് സ്ഫോടനത്തെ തുടർന്നാണ് ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കിയത്. ആയിരക്കണക്കിന് ആളുകളാണ് ദർഗയിലേക്ക് കയറിപ്പോകുന്നത്. 1236 അന്തരിച്ച മൊയ്നുദ്ദീൻ ചിഷ്തിയുടെ ഭൗതിക ശേഷിപ്പുകൾ ദർഗാ ഷെരീഫിലെ മക്ബറയിലാണുള്ളത്. 14-ാം നൂറ്റാണ്ടായപ്പോഴേക്കും തന്നെ ഇവിടുത്തെ ദർഗാ ഷെരീഫ് പ്രമുഖമായൊരു ആരാധന കേന്ദ്രമായി വളർന്നിരുന്നു. ദില്ലി സുൽത്താനായിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക് 1332 ഇവിടം സന്ദർശിച്ചതായി ചരിത്രരേഖകളുണ്ട്. ദർഗയുടെ നിരവധി ചിത്രങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് നിരത്തിയിട്ടുണ്ട്. മകുടത്തോടുകൂടി ഇക്കാണുന്ന മന്ദിരത്തിലാണ് ഖാജ മൊയ്നുദ്ദീൻ ചിഷ്തിയുടെ മഖ്ബറയുള്ളത്. പരമ്പരാഗത ഇന്ത്യൻ ഇസ്ലാമിക് വാസ്തുവിദ്യയിലാണ് ദർഗയുടെ നിർമ്മാണം.
മറ്റേതൊരു തീർത്ഥാടന സ്ഥലത്തും എന്ന പോലെ ഇവിടെയും ഭക്തർക്കായി നിരവധി വസ്തുക്കൾ നിരത്തിയിട്ടുണ്ട്. ദർഗാ സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി പടിപ്പുരയുടെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാം. പലർക്കും അജ്മീർ ദർഗാ സന്ദർശനം ജീവിത സാഫല്യമാണ്. അതിനാൽ ഇവിടെ നിന്നൊരു ഫോട്ടോ കൂടി എടുത്തേ മടങ്ങൂ. പൂക്കടകളിൽ വലിയ കച്ചവടം കാണുന്നില്ല. പടിപ്പുരയുടെ മുന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വന്ന തെരുവാകെ ജനത്താൽ നിറഞ്ഞിരിക്കുന്നു. 10,000 മുതൽ 30,000 വരെ ആളുകൾ ഓരോ ദിവസവും ദർഗാ ഷെരീഫ് സന്ദർശിക്കുന്നുണ്ടെന്നാണ് കണക്ക്. മുഗൾ ഭരണകാലത്ത് നിർമ്മിതമായ തെരുവുകളാണ് ഇതെല്ലാം. പ്രധാന വഴിയിൽ നിന്നും ഇരുവശത്തേക്കും ഇടുങ്ങിയ പല വഴികൾ. അവിടെയൊക്കെ അജ്മീരിന്റെ സാധാരണ ജീവിതം പുലരുന്നു. പലഹാരക്കടകളാണ് ദർഗയിലേക്കുള്ള വഴിയിലെ ഒരു കാഴ്ച. അജ്മീറിൽ മാത്രം ലഭിക്കുന്ന തരം മധുര പലഹാരങ്ങൾ. ഇവയിൽ മിക്കതും മുഗൾ പാരമ്പര്യത്തിൽ നിന്നും എത്തിയവയാണ്. പിന്നെ വസ്ത്രക്കടകൾ. രജപുത്ര പാരമ്പര്യത്തിന്റെയും ഇസ്ലാമിക പാരമ്പര്യത്തിലെയും വസ്ത്രങ്ങൾ ലഭിക്കുന്ന കടകൾ. വെള്ളിക്കസവും മുത്തുമൊക്കെ പിടിപ്പിച്ച വർണ്ണാഭമായ തുണികൾ. രാജസ്ഥാനി സ്ത്രീകളുടെ ഇഷ്ടവസ്ത്രമാണിത്. അലങ്കാര വസ്തുക്കൾ കൊണ്ട് മാത്രം ഓരോ സാരിയുടെയും ഭാരം പല കിലോഗ്രാമുകളോളം വരും. നല്ലൊരു കരകൗശല വസ്തു തന്നെയാണ് ഇത്തരം വസ്ത്രങ്ങളെന്ന് എനിക്ക് തോന്നി. കല്ലുകളും കസവും ലോഹക്കഷ്ണങ്ങളും കമ്പികളുമെല്ലാം കലാപരമായി തന്നെ ഈ വസ്ത്രങ്ങളിൽ ഇണക്കിച്ചേർത്തിരിക്കുന്നു. ചില സേട്ടുമാരുമായി സൈക്കിൾ റിക്ഷകൾ കടന്നുപോകുന്നു. ഇവിടെ ഒരു നൂറ്റാണ്ട് മുൻപത്തെ കാഴ്ചകളും ഇതൊക്കെ തന്നെയായിരിക്കാം. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. മെയിൻ സ്ട്രീറ്റിൽ നിന്ന് പല ഇടവഴികൾ നീണ്ടുപോകുന്നു. അത്തരമൊരു വഴിയിലൂടെ നടക്കുകയാണ് ഞാൻ. അജ്മീരിന്റെ ഉൾത്തെരുവുകളുടെ കാഴ്ച കൂടി പകർത്തണം. എവിടെ നിന്നോ ഒരു ചെണ്ടകൊട്ട് കേൾക്കുന്നുണ്ട്. ഇടുങ്ങിയ വഴിയിലൂടെ കുറച്ചുകൂടി ചെല്ലുമ്പോൾ ഇവിടെ ഇതാ ഒരാൾ വലിയ ഡ്രം കൊട്ടിക്കൊണ്ട് നിൽക്കുന്നു. തെരുവിന്റെ ഒരു മൂലയിൽ വിരിച്ച ജമുക്കാളത്തിൽ കുറെ സ്ത്രീകളിരിപ്പുണ്ട്. ഹിന്ദു സ്ത്രീകളാണ്. ചുറ്റും കെട്ടിടങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശം. അതിന്റെ നടുവിൽ ചെറുമുറ്റം പോലുള്ളിടത്താണ് സ്ത്രീകൾ ഇരിക്കുന്നത്. ദേവപ്രീതിക്കായി ഭജന ആലപിക്കാനിരിക്കുകയാണ് കടും നിറമുള്ള വസ്ത്രം ധരിച്ച സ്ത്രീകൾ. എന്റെ ക്യാമറ കണ്ടപ്പോൾ അവർക്ക് താൽപ്പര്യമായി. ഭക്തിയും ഭജനയുമൊക്കെ മറന്ന് പലരും ക്യാമറയിലേക്ക് തിരിഞ്ഞിരിപ്പായി. രാജസ്ഥാനിലെ പട്ടണവാസികളായ സ്ത്രീകളുടെ വസ്ത്രരീതി ഇതാണ്. നിറമുള്ള ചേലയുടുത്ത് അതിന്റെ ഒരു തുമ്പുകൊണ്ട് തല മൂടുന്നു. താളക്കാരനടുത്ത് സ്ത്രീകൾ നൃത്തം തുടങ്ങിയിരിക്കുന്നു. രാജസ്ഥാനിലും ഗുജറാത്തിലുമൊക്കെ നൃത്തം പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ഭാഗമാണ്. നൃത്തമറിയാത്ത ആരും ഇവിടെ ഉണ്ടാവില്ലെന്ന് തന്നെ പറയാം. ആഘോഷങ്ങൾക്കും ആരാധനയ്ക്കുമെല്ലാം ഇവിടെ നൃത്തം ഒരു പ്രധാന ഘടകമാണ്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ചെണ്ടമേളത്തിനൊപ്പം ഇവർ നൃത്തം ചെയ്യുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നൃത്തമാണ്. പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്ന ഗോപികമാരുടെ നൃത്തവും ഈ വിധം തന്നെയായിരിക്കാം. ദ്രാവിഡിയൻ സംസ്കാരമുള്ള നമ്മുടെ തെക്കേ ഇന്ത്യയിൽ ഇത്തരം നൃത്തങ്ങൾ പതിവില്ല. പക്ഷേ വടക്കേ ഇന്ത്യക്കാർക്ക് ഇക്കാര്യത്തിൽ പാശ്ചാത്യരുമായി സാമ്യമുണ്ടെന്ന് തോന്നിപ്പോകുന്നു. സമൂഹമായി നൃത്തം ചെയ്താണല്ലോ സായിപ്പ് ആഘോഷവേളകളെ സ്വയം ആസ്വാദ്യമാക്കുന്നത്. വിവാഹമാകട്ടെ, പിറന്നാളാവട്ടെ, സമൂഹ പ്രാർത്ഥനയാവട്ടെ, ഇവിടെ അതെല്ലാം അവസാനിക്കുക നൃത്തത്തിലാണ്. കൊട്ടുകാരനിത് സ്ഥിരം തൊഴിലാണെന്ന് തോന്നുന്നു. സ്ത്രീകൾ തങ്ങളുടേതായ സംഭാവനകൾ അയാളുടെ പോക്കറ്റിലിട്ട് കൊടുക്കുന്നുണ്ട്. ഈശയുടെ കനം വർദ്ധിക്കുന്നതിനനുസരിച്ച് കൊട്ടിന്റെ ആവേശവും കൂടി വരുന്നു. തെരുവോരത്ത് കൂടിയിരിക്കുന്ന സ്ത്രീകൾ എല്ലാവരും തന്നെ ഊഴമിട്ട് നൃത്തത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നൃത്തക്കാരെ അവിടെ വിട്ട് ഞാൻ വീണ്ടും പ്രധാന തെരുവിലേക്ക് നടക്കുകയാണ്. രാജസ്ഥാനിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രാജനഗരങ്ങളിലെല്ലാം ഇങ്ങനെയാണ് ജീവിതം പുലരുന്നത്. ഒരു ബൈക്ക് മാത്രം കഷ്ടിച്ചു കടന്നു പോകുന്ന തെരുവുകൾ.
അതിലൂടെ വീണ്ടും ദർഗാ ഷെരീഫിലേക്ക് നീണ്ടുകിടക്കുന്ന പ്രധാന തെരുവിലേക്കെത്തി. അവിടെ ഇപ്പോഴും ജനസഹസ്രങ്ങൾ ഒഴുകുകയാണ്. തീർത്ഥാടന കേന്ദ്രം എന്നതുപോലെ തന്നെ അജ്മീർ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും കൂടിയാണ്. ഇവിടെ ഇങ്ങനെയൊരു കെട്ടിടമുണ്ട്. ശ്രീമതി കേവൽ ഭായ് നയർമൽ ധർമ്മശാല. രാജഭരണകാലത്ത് സ്ഥാപിതമായ സത്രമാണത്. നൂറ്റാണ്ടുകളായി തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുന്ന പട്ടണമാണല്ലോ. 18-19 നൂറ്റാണ്ടുകളിൽ വിദൂര ദിക്കുകളിലേക്ക് സഞ്ചരിക്കുന്ന വണിക്കുകളുടെ ഒരു ഇടത്താവളം കൂടിയായിരുന്നു അജ്മീർ. മുഗൾ രാജാക്കന്മാരുടെ കാലത്ത് ദർഗയിലേക്ക് പ്രവേശിക്കാനുള്ള പ്രധാന കവാടം ഇതായിരുന്നു. പക്ഷേ ഈ ഗേറ്റ് ഇപ്പോൾ അധികമാരും ഉപയോഗിക്കുന്നത് കാണുന്നില്ല. ഈ പടിപ്പുരയെ ബൈപ്പാസ് ചെയ്ത് പിന്നീടെന്നോ നിലവിൽ വന്ന പാതയിലൂടെയാണ് ദർഗ സന്ദർശിക്കുന്നവർ ഇപ്പോൾ നടക്കുന്നത്. പ്രധാന തെരുവും കുതിരവണ്ടികളും പലതരക്കാരായ മനുഷ്യരുമൊക്കെ ചേർന്ന് ആകെ തിരക്കിലാണ്. യഥാർത്ഥ അജ്മീരി ജീവിതം എങ്ങനെയാണെന്ന് ഫീൽ പ്രേക്ഷകന് ലഭിക്കാനാണ് ഞാൻ ഇത്തരം കാഴ്ചകൾ കൂടി പകർത്തിയെടുക്കുന്നത്. ബഹാദൂർ സിംഗ് കാറുമായി എത്തി. അജ്മീരിൽ നിന്നും പുറപ്പെടുകയാണ്. മൊയ്നുദ്ദീൻ ചിഷ്തിയുടെ ദർഗ ക്യാമറയിൽ പകർത്താൻ ആവാത്തതിൻ്റെ ഒരു നിരാശ എനിക്കുണ്ട്. എങ്കിലും ഈ പുണ്യനഗരം എൻ്റെ ക്യാമറയിലായിരിക്കുന്നു. ഇവിടെ നിന്നും കുറച്ചു കാഴ്ചകൾ കൂടി പകർത്തിയെടുക്കാനുമുണ്ട്. അക്ബറി കില എന്നൊരു കോട്ടയുണ്ട് ഇവിടെ. രാജസ്ഥാനിലെ കോട്ടകൾ കണ്ട് പ്രേക്ഷകർ മടുത്തിരിക്കാം. എങ്കിലും ചരിത്രപ്രസിദ്ധമായ അക്ബറി കില പോലുള്ള നിർമ്മിതികളെ അവഗണിക്കാനാവില്ല. അങ്ങനെ പോകവെയാണ് ഒരു ബാൻഡ് മേള സംഘം വരുന്നത് കാണുന്നത്. കൊടും വെയിലത്ത് കനത്ത സൂട്ടൊക്കെ ധരിച്ച് അവരങ്ങനെ നീങ്ങുകയാണ്. ആചാരപരമായ ഇത്തരം പരിപാടികൾ ഇന്ത്യയിൽ മാത്രമേ കാണാനാവൂ എന്ന് എനിക്ക് തോന്നുന്നു. ബാൻഡ് വാദ്യ സംഘത്തിന് പിറകെ വൃത്തിയിൽ വേഷം ധരിച്ച ഏതാനും കുട്ടികളും സ്ത്രീകളുമുണ്ട്. ഒരു വിവാഹത്തിന്റെ ഭാഗമായ ഘോഷയാത്രയാണ്. പെണ്ണുകൊണ്ടുവരാൻ പോകുന്നവരോ വധുവിനെ ഭർതൃഗ്രഹത്തിലാക്കി മടങ്ങുന്നവരോ ആകാം. ഇത്തരം ആചാരയാത്രകളൊക്കെ ഇപ്പോഴും ഉത്തരേന്ത്യയിൽ സർവ്വസാധാരണമാണ്. ഇത്രയും പേരാണ് ആകെ ഘോഷയാത്രയിലുള്ളത്. ഇവിടെ ഇടതുവശത്ത് ഒരു ദേവാലയമുണ്ട്. റോബ്സൺ മെമ്മോറിയൽ കത്തീഡ്രൽ. CNI രാജസ്ഥാൻ രൂപതയുടെ ആസ്ഥാന ദേവാലയം. അത് കടന്ന് മുഗൾ രീതിയിലുള്ള ഒരു കമാനച്ചുവട്ടിലേക്ക് എത്തുന്നു. അക്ബറുടെ കോട്ടയിലേക്കുള്ള കവാടമാണ്. ഇതാണ് അക്ബറി കില, അക്ബറുടെ കോട്ട. കോട്ടയുടെ മുന്നിൽ കാർ നിർത്തി ഞാൻ ഇറങ്ങി. അജ്മീറിന്റെ ഭരണസിരാകേന്ദ്രം എന്ന നിലയിൽ പണിത കോട്ടയായിരുന്നില്ല ഇത്. 1570 അക്ബർ ചക്രവർത്തിയാണ് കോട്ട നിർമ്മിക്കുന്നത്. കോട്ടയ്ക്കുള്ളിൽ ഒരു കൊട്ടാരവും അദ്ദേഹം പണിതു. ചക്രവർത്തി അജ്മീർ സന്ദർശിക്കുന്ന വേളയിൽ താമസിക്കാനുള്ള ഇടം എന്ന നിലയിലാണ് ഈ കോട്ടയും കൊട്ടാരവും നിർമ്മിക്കുന്നത്. ഞാൻ കോട്ടയുടെ അകത്തേക്ക് നടന്നു. രാത്രിയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികളും സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നു. മൊയ്നുദ്ദീൻ ചിഷ്തിയുടെ കടുത്ത ആരാധകനായിരുന്ന അക്ബർ ഓരോ യുദ്ധവിജയത്തിനു ശേഷവും അജ്മീർ ദർഗയിലെത്തി പട്ടും പൂക്കളും അർപ്പിക്കുന്നത് പതിവായിരുന്നു. തന്റെ പുത്രനായ സലീം ജനിച്ചത് മൊയ്നുദ്ദീൻ ചിഷ്തിയുടെ അനുഗ്രഹം കൊണ്ടാണെന്നാണ് അക്ബർ വിശ്വസിച്ചിരുന്നത്. ഇടയ്ക്കിടെ അദ്ദേഹം ദർഗ സന്ദർശിക്കാൻ എത്തുമെന്നതിനാൽ അക്കാലത്ത് എപ്പോഴും സജീവമായിരുന്നു കോട്ട. മതിൽക്കെട്ടിനകത്ത് ഒരു നടുമുറ്റവും അതിനു മധ്യത്തിൽ ചെറിയൊരു കൊട്ടാരവും. ജയ്പൂർ കോട്ടകളുടെ ഭംഗിയോ ആഢ്യത്വമോ അജ്മീറിലെ കോട്ടയിൽ കാണാനില്ല. രാജാവ് സ്ഥിരമായി ഇവിടെ വസിച്ചിരുന്നില്ല എന്നതു തന്നെയാണ് അതിനു കാരണം. പണ്ട് നല്ലൊരു ഉദ്യാനമുണ്ടായിരുന്നിരിക്കാം ഇവിടെ. മരച്ചുവട്ടിൽ പഴയകാലത്തെ കുറെ പീരങ്കികൾ നിരത്തിവെച്ചിരിക്കുന്നു. നടുവിലെ ഈ ചെറു കൊട്ടാരക്കെട്ട് ഓഡിയൻസ് ഹാൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ വരുന്ന വേളയിൽ അക്ബർ ചക്രവർത്തി പ്രജകളെ നേരിൽ കണ്ടിരുന്നതും ഗവർണർ അതിഥികളെ സ്വീകരിച്ചിരുന്നതും അവിടെ വെച്ചാണ്. ചെറിയ കോട്ടയാണെങ്കിലും ഉറപ്പിന്റെ കാര്യത്തിൽ രാജസ്ഥാനിലെ മറ്റു കോട്ടകളെ കടത്തിവെട്ടുന്നതാണിത്. ഡബിൾ ലെയർ വാൾ സിസ്റ്റമാണ് ഈ കോട്ടയ്ക്കുള്ളത്. ഒരേ തരത്തിലുള്ള 2 മതിലുകളുണ്ട് ചുറ്റോടു ചുറ്റും. ആദ്യ മതിലിനുള്ളിലായി 5 മീറ്റർ വിട്ട് അതേവിധം മറ്റൊരു മതിൽ. 1616 ജഹാംഗീർ ചക്രവർത്തിയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി സർ തോമസ് റോയുമായി ചരിത്രപ്രസിദ്ധമായ കൂടിക്കാഴ്ച നടന്നത് ഈ കോട്ടയിൽ വെച്ചായിരുന്നു. പിന്നീട് ജഹാംഗീറിന്റെ മദ്യപാന കൂട്ടാളിയായി തീർന്ന തോമസ് റോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ താൽപര്യങ്ങൾ മുഗൾ സാമ്രാജ്യത്തിൽ ഉറപ്പിച്ചെടുക്കാൻ ആ സൗഹൃദം ഉപയോഗപ്പെടുത്തുകയും ചെയ്തു.
ഓഡിയൻസ് ഹാൾ കാണാനായി ഞാൻ അവിടേക്ക് കയറി. പക്ഷേ ഇവിടെ ചിത്രീകരണം അനുവദിക്കില്ലെന്നാണ് സെക്യൂരിറ്റി ജീവനക്കാർ പറഞ്ഞത്. കോട്ടയിൽ മറ്റു പ്രധാന കാഴ്ചകളൊന്നുമില്ലാത്തതിനാൽ പുറത്തേക്ക് നടന്നു. 1818 ഈ കോട്ടയുടെ പൂർണ്ണ നിയന്ത്രണം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യസമരകാലത്ത് വൻതോതിൽ ആയുധങ്ങൾ സംഭരിക്കാനുള്ള ഒരിടമായും ബ്രിട്ടീഷുകാർ ഇതിനെ മാറ്റി. ആകർഷകമായ ഏതാനും കാഴ്ചകൾ കൂടിയുണ്ട് അജ്മീറിൽ. അവിടേക്കാണ് ഞാൻ നടക്കുന്നത്.